പറ ഇജ്ജെന്നെ പറ. എനിക്ക് എൻ്റെ പ്രശ്നം എന്താണ്? കാമാണോ? എൻ്റെ വീട്ടിൽ നിന്നൊക്കെ അടിച്ചു പുറത്താക്കിയല്ലേ ചാടി പോയിട്ട്. എല്ലാം അറിഞ്ഞിട്ട് എന്നെ സ്വീകരിച്ചില്ല ഞാൻ, കല്യാണം കഴിയാത്ത ഞാൻ. അപ്പം എൻ്റെ പ്രശ്നം എന്താണ്? കാമോ? പറയാനുള്ള അവസരങ്ങളാണിത്. ഫസലിന്റെ കൂടെ സെക്സ് ഇല്ലാന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സംസാരിക്കും, യാത്രയും. ഉറപ്പൊന്നുമില്ല, ഞാൻ ചെക്ക് ചെയ്യും. GP ഒക്കെ എല്ലാം ചെക്ക് ചെയ്യും, വീഡിയോ എടുത്ത് ഒക്കെ ചെക്ക് ചെയ്യും. പൈസ നീ അയച്ചാ? ഉറപ്പ് അയച്ചിട്ടില്ല. ഇടക്ക് കൊടുക്കുമ്പോ എന്തെങ്കിലും 500 ആയിരം, വാങ്ങെങ്കിൽ 500 ആയിരം, വാങ്ങെങ്കിൽ 500 ആയിരം, വാങ്ങെങ്കിൽ 500 ആയിരം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അത് ഈ രാജ്യം നടുങ്ങുന്ന ഒരു വീഡിയോ. രാജ്യം നടുങ്ങുമെന്ന് വെച്ചാൽ രാജ്യം നടുങ്ങാൻ ചാൻസ് ഇല്ല, ഒരു ജില്ല വേണമെങ്കിൽ നടുങ്ങാം. ഏറെ ദുഃഖകരമായ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നു. അതേ ഒരു വിക്ടിമിൻ്റെ ഞെട്ടിക്കുന്ന ചില തുറന്ന പറച്ചിലുകൾ. ഓളെ പോലീസ് മുറിയിൽ ചോദ്യം ചെയ്യുന്ന കെട്ടിയോൻ. ഏറെ ദുഃഖകരമായ ഒരു വീഡിയോ. അതേ ഏറെ ഞെട്ടുളവാക്കുന്ന ഒരു അവിഹിതം. അതേ മറ്റവിഹിതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഒരു അവിഹിതത്തിൽ കാണാൻ സാധിക്കുന്നത്, അതായത് ഒരു വെടിയാണെന്ന് അറിഞ്ഞിട്ടും ഓളെ കല്യാണം കഴിക്കാൻ തയ്യാറായ ഒരു യുവാവിനുണ്ടായ ഒരു തിക്താനവും. അതായത് പർപ്പസ്ഫുള്ളി തൻ്റെ ജീവിതം ത്യജിച്ചുകൊണ്ടൊരു വെടിയെ കെട്ടുന്നു. അതിനുശേഷം വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടുന്ന ഒരു പഹയൻ. എന്താണ് സംഭവിച്ചത്? ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായി ഇത് മാറുകയാണ്. നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞു. വളരെ വിശദമായി തന്നെ പരിശോധിക്കേണ്ടയും അനാലിസിസ് ചെയ്യേണ്ട ഒരു സബ്ജക്ട് തന്നെയായി മാറിക്കഴിഞ്ഞു. ആരുടെ ഭാഗത്താണ് തെറ്റുണ്ടായിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇവിടെ പതിവിന് വിപരീതമായി സംഭവിച്ചത് ഒരു മൊഞ്ചത്തി എന്ന് പറയാനൊക്കില്ല, അല്പസ്വല്പം മൊഞ്ചുള്ള ഒരു പെൺകുട്ടി. ആ ഒരു പെൺകുട്ടി നെസ്റ്റോയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നത്. ഓള് സ്വന്തം ഭർത്താവിനെയും 2 മക്കളെയും കളഞ്ഞിട്ട് ചില കുൽസിതങ്ങൾ കാണിച്ചു. ആ ഒരു കുൽസിതങ്ങൾ കണക്കിലെടുത്ത് ഓളെ വീട്ടിൽ നിന്നും പുറത്താക്കിയാണ്. അതിനെ തുടർന്ന് ഓള് അനാഥയായപ്പോൾ ഓളെ രക്ഷിക്കാൻ വേണ്ടി, അതായത് വീട്ടിൽ നിന്നും പടുവേശിയാണെന്ന് മുദ്രകുത്തി ഓളെ പുറത്താക്കിയപ്പോൾ ഓളെ രക്ഷിക്കാൻ വേണ്ടി ഒരു രക്ഷകനെത്തുകയാണ്. അത് കല്യാണം കഴിക്കാത്ത ഒരു പഹയൻ. ഓനോന്റെ ജീവിതം ത്യജിച്ചിട്ട് ഓൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. അതെന്താണ് ഉണ്ടായത്? വരട്ടെ. ഇതുവരെ നന്നായിട്ട് റിലേഷൻ ആയിരുന്നു ആയിരുന്നോ? എൻ്റെ കയ്യിൽ നിന്ന് 40-43 റുപ്യ വാങ്ങിനോ? എന്നെ സ്നേഹിച്ചതിനെ കൊണ്ടല്ല എൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിയേ, എൻ്റെ ചിലവൊക്കെ നോക്കിയേ ആണോ? എത്ര വട്ടം എൻ്റെ കൂടെ കിടന്നു? പറ. ഈ ഫസലിൻ്റെ വട്ടം എത്ര വട്ടം കിടന്നു? 3-4 വട്ടം. എവിടെ വെച്ചിട്ട്? ഇനി പേടിപ്പിച്ചിട്ട് പറയിക്കും എന്നൊക്കെ പറയും, അതൊക്കെ എൻ്റെ കാര്യം. എവിടെ വെച്ചിട്ട്? പെരിന്തൽമണ്ണ. ഏത്? ഈ അന്ന് പോയ ലോഡിച്ചാണോ? പിന്നെ ഏത് ലോഡിച്ച്? ഏത് ലോഡിച്ച്? പറയടി. ഇതുപോലെ കേസ് കൊടുക്കും, കാരണം ആ ഞൊണ്ടി സപ്പോർട്ടാണ്. പിന്നെ നീ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേണ്ടി അങ്ങനെയല്ലോ. ഇത് പറ, എത്ര വട്ടം? എവിടെ വെച്ചിട്ട്? ഒന്നാലോചിച്ച് നോക്കുക. താനൊരു പടുവേശിയാണെന്ന് മുദ്രകുത്തി തൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ രക്ഷിക്കാൻ വന്നൊരു പഹയൻ, കല്യാണം പോലും കഴിക്കാത്ത ഒരു സൂറ്, ഓളെ ഏറ്റെടുത്ത് ഓളെ ലാളിച്ച് സ്നേഹിച്ച് ഓളെ തെറ്റിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് നല്ലൊരു കുടുംബിനിയായി ഓളെ പോറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഓൾക്ക് വീണ്ടും പൂതി ഉണ്ടാകുകയാണ്. അതേ പസൽ എന്ന് പറയുന്ന മറ്റൊരു പഹയനെ കണ്ടപ്പോൾ, ഓൻ്റെ മൊഞ്ച് കണ്ടപ്പോൾ ഓൾക്ക് ഹാലിളകിയാണ്. പസലിനൊപ്പരം ഒന്ന് പോയതിനു ശേഷം ചില ചുറ്റിക്കളികൾ നടത്താമെന്ന് ഓള് തീരുമാനിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ തല്ലും. പറയും. മിനിയാന്ന് പോയിനാ? യെസ് നോ? ഉറപ്പാണോ? മിനിയാന്ന് പോയിനോ ഇല്ലേ? പോയിക്കണോ ഇല്ലേ? പറയേ. മിനിയാന്ന് പോയിക്കണോ ഇല്ലേ? പോയി. എവിടെ വെച്ചിട്ട്? തൃശ്ശൂർ. ഏതിലോടിച്ചു? അവൻ കൊണ്ടുപോയതാണ് എന്നെ. ഏതിലോടിച്ചെന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞ് 2 കുട്ടിയില്ല എനിക്ക്. ഓനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ഓൻ്റെ കൂട്ടുകാർ പറഞ്ഞ വോയിസ് നീ കേട്ടില്ലേ? ഓൻ്റെ പണി ഏതാണെന്ന് കേട്ടില്ലേ? അല്ല, ഓന്റെ പണി എന്തിനാണ് നമ്മൾ തിരക്കുന്നത്? ഓന്റെ പണി എന്തായാലും എന്താ? ഓൻ ജില്ലാ കളക്ടർ ആയാലും എന്താ? ഞമ്മക്ക് ലോഡ്ജിൽ പോകണം, ഞമ്മക്ക് സുഖം കിട്ടണം, ഞമ്മക്ക് കാ കിട്ടണം. ഞമ്മക്ക് കാളും മറ്റും കിട്ടുവാണെങ്കിൽ ഞമ്മക്ക് ഓൻ എന്ത് പണിയാലും നമ്മളെ ബാധിക്കുന്നതല്ല. ഓൻ ഇനി മൈസ്രേട്ടാന്ന് പറഞ്ഞാൽ ഞമ്മക്ക് എന്താണ്? പറ, ഇജ്ജെന്നെ പറ.
എനിക്ക് എൻ്റെ പ്രശ്നം എന്താണ്? കാമാണോ? എൻ്റെ വീട്ടിൽ നിന്നൊക്കെ അടിച്ച് പുറത്താക്കിയല്ലേ ചാടി പോയിട്ട്. എല്ലാം അറിഞ്ഞിട്ട് എന്നെ സ്വീകരിച്ചില്ല ഞാൻ, കല്യാണം കഴിയാത്ത ഞാൻ. അപ്പം എൻ്റെ പ്രശ്നം എന്താണ്? കാമം. പറയാനുള്ള അവസരങ്ങളാണിത്. ഫസലിന്റെ കൂടെ സെക്സ് ഇല്ല എന്നല്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ സംസാരിക്കും, യാത്രയും അതാണ്. സംസാരിക്കും, യാത്രയും അതാണ്. സംസാരിക്കും, യാത്രയും അതാണ്. ഏറഞ്ഞിട്ടുള്ളവാക്കുന്ന, അതായത് സമീപകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അഭിഹിതം. അതായത് ഫസൽ എന്ന് പറയുന്ന ഈ ഒരു പഹയൻ, ഓന് സെക്സ് വലിയ താല്പര്യമുള്ള പഹയനല്ല, ഓന് യാത്രകളോടാണ് കമ്പം. അതായത് യാത്രകൾ ചെയ്യാൻ, നല്ല നല്ല ഭക്ഷണം കഴിക്കുക, അതിൻ്റെ ഇടയ്ക്ക് പേരിന് വേണ്ടി ചെറുതായിട്ട് ഒന്ന് ടച്ച് ചെയ്യാൻ മാറിക്കളയാം. അതായത് മനസ്സിലാക്കുന്നത് ഒരു സമ്പൂർണ്ണ കേളികളിലേക്ക് ഓൻ കടക്കുന്നില്ല. അതായത് തൻ്റെ ഒപ്പരം വന്നപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തത് കൊണ്ട് ചെറിയ രീതിയിൽ അവളുടെ ജീവിതം നശിക്കാത്ത തരത്തിൽ, അല്ലെങ്കിൽ അവളുടെ ചരിത്രം നഷ്ടപ്പെടാത്ത തരത്തിൽ ചെറിയ രീതിയിൽ പൊടിക്കൊരു ചെക്സ് ഒരു പേരിന് വേണ്ടി ഒരു മേമ്പൊടിയായിട്ട് ഇടുന്നു എന്നുള്ളതാണ്. അതിൽ സെക്സും ഇതിനല്ലേ നമ്മൾ പറയണത് ബെഡിന്ന്. ഇത് പറയും ഇതോന്റെ നാട്ടിൽ എല്ലാവർക്കും കിട്ടും. എൻ്റെ ഏട്ടനിക്ക്, എൻ്റെ അമ്മക്ക്, എൻ്റെ കുട്ടിയൊക്കെ കാണും. അന്നെങ്കിൽ തല്ലൂല. എനിക്ക് വേണ്ടിയൊക്കെ പറയുന്നുണ്ട്. ഒരു രക്ഷയില്ല. കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം. എൻ്റെ FB തന്നെ അത് പോസ്റ്റും. കൂടെ ഒന്ന് ചതിക്കുമ്പോൾ ആലോചിക്കണം ലതീഷ. വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ ജീപ്പിൽ ഇപ്പോൾ എത്ര വയസ്സുണ്ട്? സത്യം പറയാം, അപ്പം നോക്കും. പറയും. അതിൽ കൂടുതലുണ്ടെങ്കിലും ഫസൽ പൈസ നീ തോന്നി എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ ചെക്ക് ചെയ്യും. GP ഒക്കെ എല്ലാം ചെക്ക് ചെയ്യും. വീഡിയോ എടുത്ത് ഒക്കെ ചെക്ക് ചെയ്യും. പൈസ നീ അയച്ചാ? ഉറപ്പ് അയച്ചിട്ടില്ല. ഇടക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും 500 ആയിരം, ഇടക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും 500 ആയിരം, ഇടക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും 500. ദുഃഖകരമായ അവസ്ഥ. അതായത് ഇക്കണ്ട ലോഡ്ജുകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് കിട്ടുന്നത് 500-1000 റുപ്യയും. ഇതുപോലൊരവസ്ഥ ഒരു സ്ത്രീക്ക് ഉണ്ടാവാൻ പാടില്ല. അതായത് ഇതിലും ഭേദം ബസ് സ്റ്റാൻഡിൽ, തമ്പാനൂരോ പുതിയ സ്റ്റാൻഡിലോ ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ എങ്ങനെ നോക്കിയാലും ഒരു 10,000 റുപ്യെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കാം. 5-6 പേരുടെ പോകണമെന്നുള്ളതാണ്. മിനിമം ചാർജ് ഒരു 500 റുപ്യ കണക്കാക്കി 10 പേരുടെ പോയാലും 5000 രൂപ ഡെയിലി ഉണ്ട്. ഏറെ ദുഃഖകരമായ അവസ്ഥ. അതായത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ LGTVയുടെ പ്രതിനിധികൾക്ക് പോലും കിട്ടുന്നത്, LGTVന്റെ ആളുകൾക്ക് കിട്ടുന്നത് 2000-3000 റുപ്യ മിനിമം കിട്ടുന്നതാണ് പറയുന്നത്. പഹയന്മാർക്ക്, പഹയന്മാർക്ക് അതിന്റെ അത്ര പോലും കിട്ടാത്തൊരു സ്ത്രീ ഹതഭാഗ്യായ ഏറെ ദുഃഖകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഒരു വീഡിയോ ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് വിഷയങ്ങൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾ, ഇതിന്റെ ഉന്നത ഉദ്യോഗസ്ഥയാണെന്ന് തോന്നുന്നു, ഒരു സ്ത്രീ വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ലോഡ്ജിൽ നിന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. എനിവേ ഈ ഒരു വിഷയത്തിൽ നിന്നും പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ പഴയ പഴഞ്ചൊല്ല് പോലെ അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കില്ല എന്ന് പറയുന്ന കണക്ക് ഒരു സമ്പൂർണ്ണ അപരാധിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓളെ നിക്കാഹ് കഴിക്കാൻ ഓൻ തയ്യാറായതാണ് ഓൻ കാണിച്ച ഏറ്റവും വലിയ അബദ്ധം. അതായത് വൺസ് അപരാധി ഓൾവേസ് അപരാധി എന്ന് പറയുന്ന കണക്ക് ഓളൊരു അപരാധിയാണ്. ഓള് നല്ല രീതിയിൽ കുടുംബജീവിതം നയിച്ചൊരു കുടുംബിനിയായി മാറുമെന്ന് വിചാരിച്ച് ഈ ഒരു പഹയനെ ഓളെ പോയി കിട്ടുകയാണ് ഉണ്ടായത്. എന്നാൽ ഓൾക്ക് എന്താണ് സംഭവിച്ചത്? ഓളെയും തെറ്റ് പറയാൻ പറ്റത്തില്ല. ഒരുപാട് പേര് ഓളെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഓളെ കുറ്റം പറയാൻ താല്പര്യമില്ല. ഇവിടെ സംഭവിച്ച മറ്റൊന്നുമല്ല. അതായത് സ്വന്തം ഭർത്താവ് എന്ന് പറയുന്ന ഒരു പഹയൻ ഓൻ്റെ സെക്സ് കിട്ടാത്തത് കൊണ്ട് മറ്റൊരു പഹയന്റെ ഒപ്പരം പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഉണ്ടായ എന്താണ്? അതായത് ഓനിക്ക് ചെക്സിൽ വലിയ താല്പര്യമാണ്, നല്ല രീതിയിൽ ഓൻ ചെക്ക് ചെയ്യുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഓനും വലിയൊരു കോൺഫിഡൻസ് ആയിരുന്നു. അതായത് ഒരു അപരാധിയാണെങ്കിൽ പോലും ഓളെ കെട്ടി താൻ വേണ്ടത് ചെയ്തു കൊടുത്താൽ ഓള് വീണ്ടും പോകില്ല എന്ന് ഓൻ ചിന്തിച്ചു. പക്ഷേ അതേ അങ്ങനെ ഇരുന്നപ്പോഴാണ് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി അവരുടെ ഒരു ജീവിതത്തിലേക്ക് വരുന്നത്. അതേ ഫസൽ എന്ന് പറയുന്ന ഒരു പഹയൻ. ഓനിക്ക് യാത്രകളോട് വലിയ കമ്പമുള്ള ഒരു പഹയൻ. യാത്ര ചെയ്യാനും ഭക്ഷണം കഴിക്കാനും വിവിധ സ്ഥലങ്ങൾ കാണാനും ഒക്കെ കമ്പമുള്ള ഒരു പഹയൻ. ആ ഒരു താല്പര്യം ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. അതായത് ഓൾക്കും യാത്ര ചെയ്യാൻ വലിയ കമ്പം ഉണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ഭർത്താവായ, അതായത് നിലവിലെ ഭർത്താവായ ഒരു പഹയന് ചെക്സിൽ ഓൻ പൂർണ്ണ സമൃദ്ധി നൽകുന്നുണ്ടെങ്കിലും ഓന് ഈ പറഞ്ഞ കണക്ക് യാത്രകളോട് കമ്പമില്ല. ഫുഡ് കഴിക്കാൻ പോകാനോ ദൂരെ യാത്രകൾ പോകാനോ കറങ്ങാനോ ഒന്നും ഓനിക്ക് വലിയ താല്പര്യമില്ല. ഓൻ കരുതിയത് ചെക്സ് മാത്രം കൊടുത്താൽ മതി എന്നാണ്. പലർക്കും പറ്റുന്നൊരു തെറ്റാണ്. ഓൾക്ക് യാത്ര ചെയ്യാൻ വലിയ കമ്പം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ഫസൽ ഓളം കൊണ്ട് യാത്ര പോവുകയാണ്. ആ
യാത്ര പോകുന്നതിനിടയിൽ എന്തുപോലെ യാത്ര പോകില്ല, അതിൻ്റെ ഇടയിൽ ചെറിയൊരു ചിറ്റിപ്പൂരം ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. അതിലിപ്പോൾ ഓനെയും കുറ്റം പറയാൻ പറ്റത്തില്ല, ഓളെ ഒട്ടുമേ കുറ്റം പറയാൻ പറ്റത്തില്ല. ഓളെ കെട്ടിയ ഓനെ തന്നെയാണ് കുറ്റം പറയേണ്ടത്. ഇതുപോലെ ഒരവസ്ഥ ഒരു ഭർത്താവിനും ഒരു കെട്ടിയവനും ഉണ്ടാകാൻ പാടില്ല. ഏറെ ദുഃഖകരമായ അവസ്ഥ. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്ത ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കൊടുക്കുമ്പോൾ എന്തെങ്കിലും 500 ആയിരം വാങ്ങി കൊടുക്കുമ്പോൾ എന്തെങ്കിലും 500 ആയിരം